നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ സ്വാമി? അല്ല, വേണാട് എക്സ്പ്രസിന് സമയായോ നോക്കിയതാ. അതാവുമ്പോ ഒറ്റയടിക്ക് അങ്ങോട്ട് തീരല്ല. ദേവികെ, ഒരു താലിയിൽ മുറുകെ പിടിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന ആത്മവിശ്വാസം നല്ലത് തന്നെയാ. പക്ഷേ ഒന്നോർക്കണം, ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ മറികടക്കാൻ ഒരു കൈത്തലം കരുത്തായി, കരുതലായി ഒപ്പം വേണം. സുധിയുടെ അച്ഛനും അമ്മയും എന്നും ഒപ്പം ഉണ്ടാവില്ല. ഞാനും സ്വാമിയും ഉണ്ടാവില്ല. പാഞ്ഞു പോകുന്ന തീവണ്ടി ബോഗികൾ പോലെ ഓരോ വർഷവും കൺമുമ്പിലൂടെ കടന്നു പോകും. ഒടുക്കം വെളിച്ചത്തിന്റെ ഒരു തുണ്ട് പോലും ഇല്ലാത്ത ജീവിതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് പകച്ചു നിൽക്കേണ്ടി വരും. കണ്ണെത്താത്ത ദൂരത്തോളം ശൂന്യമായ പാതയായിരിക്കും മുമ്പിൽ. അതുകൊണ്ട് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ദേവികയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉറപ്പ്. ഡോക്ടർ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, അതെനിക്ക് മനസ്സിലാവും. ദേവിക മോൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെന്താ ഞങ്ങൾക്കുള്ളത്? അതും ഞങ്ങളുടെ സുധിമോന്റെ ഹൃദയം സ്വീകരിച്ച ആളിനോടൊപ്പം തന്നെ. സിദ്ധാർത്ഥന് എന്നോടാ ഈ കാര്യം ആദ്യം സംസാരിച്ചത്. ദേവികയോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ദേവികയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല മറുപടി ഉണ്ടായിട്ടില്ല. അത് തന്നെയാ പ്രശ്നം. സുധിമോൻ പോയ ശേഷം ഒരുപാട് തവണ മറ്റൊരു ജീവിതത്തെ പറ്റി ഞാനും പാർവതി മോളോട് പറഞ്ഞതാ. പക്ഷെ ഒരു തരത്തിലും മോള് സമ്മതിക്കുന്നില്ല. ഇക്കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അവളുടെ കണ്ണു നിറയും. അതുകൊണ്ട് തന്നെ കുറച്ചു നാളായിട്ട് ഞങ്ങൾ അതേപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. എന്നാലും മുമ്പോട്ട് നോക്കുമ്പം ഇനി ഒരുപാട് ദൂരം കിടക്കല്ല. ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടതല്ല. സുധി സാറിന്റെ അച്ഛൻ തന്നെ മുൻകൈ എടുത്ത് ദേവിക മോളോട് സംസാരിക്കണം. ഇതിനേക്കാൾ നല്ലൊരു ആലോചന ദേവിക മോൾക്ക് വരാനുണ്ടോ? അതെ, അന്ന് സുധിയുടെ ഹൃദയം സിദ്ധാർത്ഥനാണ് കൊടുത്തതെന്ന് ദേവികയോട് പറഞ്ഞതോർത്ത് ഞാൻ പശ്ചാത്തപിച്ചിരുന്നു. കാരണം അതറിഞ്ഞതുകൊണ്ടാണല്ലോ ദേവിക അവിടെ ചെന്നതും അന്ന് അവിടെ നടക്കേണ്ടിയിരുന്ന സിദ്ധുവിന്റെ വിവാഹം ഉറപ്പിക്കൽ ചടങ്ങ് മുടങ്ങിയതും. പക്ഷേ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണെന്നാ. ദൈവം അല്ലെങ്കിൽ സുധിയുടെ ആത്മാവ്. അന്ന് ആ ചടങ്ങ് നടന്നിരുന്നെങ്കിൽ, അതുമല്ല സിദ്ധാർത്ഥനും മയൂരിയുമായുള്ള വിവാഹം നടന്നതിന് ശേഷമാണ് ദേവിക ഈ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ, അത് ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമായിരുന്നു. അതെ, നിരഞ്ജൻ സാറ് പറഞ്ഞതാ ശരി. എല്ലാം ഒരു നിയോഗമാണ്. ദേവിക മോൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ദേവിക മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അത് കാണുക എന്ന് മാത്രമാണ് എൻ്റെ പാർവതിയുടെ ആഗ്രഹം. എന്റെ സ്വന്തം മോടെ കാര്യത്തിൽ പോലും പ്രതീക്ഷയേറ്റ് നിൽക്കുന്നവനാ ഞാൻ. അവളേക്കാൾ കൂടുതൽ ഞങ്ങളിപ്പോ സ്നേഹിക്കുന്നത് ദേവിക മോൾ. അച്ഛനും അമ്മയില്ലാത്തൊരു പെൺകുട്ടി സ്വന്തം അച്ഛനേക്കാളും അമ്മയെക്കാളും ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നു. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു മഹാത്യാഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്റെ മകൻ അവന്റെ ജീവിതവും ജീവനും കൊണ്ട് ചെയ്ത ഒരു ത്യാഗത്തിന്റെ ഫലം
അത് ദൈവം ദേവിയേക്കൊരു ജീവിതമായിട്ട് കൊടുക്കുന്നെങ്കിൽ അത് തന്നെയാവും ദൈവം എൻ്റെ മോക്കായി കരുതി വെച്ച ഏറ്റവും വലിയ സമ്മാനം. അതെ, ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്നല്ലേ? എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവം എഴുതിയിട്ട ഒരു തിരക്കഥയാണിത്. ഞാൻ വീട്ടിൽ ചെന്ന് പാർവതിയായിട്ട് കാര്യം സംസാരിക്കാം. തൽക്കാലം നമ്മൾ കണ്ടതും സംസാരിച്ചതൊന്നും ദേവിക അറിയണ്ട. എന്റെ ഊഹം ശരിയാണെങ്കിൽ സുധിയുടെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം സംസാരിക്കാൻ സിദ്ധാർത്ഥം വീട്ടിൽ വരും. അതോടെ കാര്യങ്ങൾ ഒന്നുകൂടി ഗൗരവത്തിലാവും. പക്ഷേ സിദ്ധാർത്ഥന്റെ വീട്ടുകാർ സമ്മതിക്കോ ഡോക്ടറെ? ആ ചടങ്ങ് മുടങ്ങിയതിന്റെ ദേഷ്യത്തിലായിരിക്കുമല്ലോ. സുധി സാറിന്റെ അച്ഛ, നമ്മളെല്ലാം കൂടി ചിന്തിച്ച് ആദ്യ കൂട്ടണ്ട. കടമ്പകൾ ഓരോന്നായിട്ട് കിടക്കണം. ദേവിക മോളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക, അതാണ് ആദ്യത്തെ കടമ്പ. ദേവിയേട്ടത്തി, എന്റെ മുറിയിൽ നിനക്ക് എന്താ കാര്യം? അല്ല, ഇന്ന് ചെയ്ത പാവങ്ങളൊക്കെ പാവ സുധിസാറിന്റെ ആത്മാവിനോട് ഏറ്റു പറഞ്ഞ് മാപ്പെരുക്കുന്നത് ഒന്ന് കാണാൻ വന്ന. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഇങ്ങനെ ശോഭിക്കാതെ എന്റെ ഏട്ടത്തി. ഞാനേ തർക്കത്തിനും വഴക്കനും ഒന്നും വന്നല്ല. ദേവികേട്ടത്തി എന്നോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, അത് ഞാനങ്ങ് അനുസരിക്കാൻ തീരുമാനിച്ചു. എന്ത് കാര്യം? നിത്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഞാൻ ഈ വീടും നാടും വിട്ടുപോക്കോളാം. ഹാവൂ, ഇപ്പോഴെങ്കിലും നിനക്കൊരു നല്ല ബുദ്ധി ഉദിച്ചല്ലോ. നിന്റെ ഭാവിക്കും ഭൂതത്തിനൊക്കെ അത് തന്നെയാ നല്ലത്. എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. പോകുമ്പോ എന്റെ ഒപ്പം ദേവികേട്ടത്തി ഉണ്ടാവണം. നോവടക്കി ഇറങ്ങി പോടാ, നോണം കെട്ടവനെ. നിന്നെ ഇവിടുന്ന് എങ്ങനെ അടിച്ചിറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനു മുമ്പ് നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും. ആ സിദ്ധാർത്ഥന്റെ പട്ടമാഷിയായി ജീവിക്കാനല്ല, അങ്ങ് പരലോകത്തേക്ക് സുധിസാറിന്റെ ആത്മാവിന് ഒരു കൂട്ട്. നമുക്ക് കാണാടാ എന്താ സംഭവിക്കുന്നത്. ഒന്നും കാണാനില്ല. ഇതുവരെ വീട്ടിൽ നടന്നിട്ടുള്ളത് ശരത്തിന്റെ തീരുമാനങ്ങളായിരുന്നെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നീ കേട്ടിട്ടില്ലേ, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയില്. ചട്ടിയിലാവാതെ നോക്കിക്കോ. അളിയനെ വഴി തടഞ്ഞോ? ആര്? ആ പെണ്ണ്. ഏത് പെണ്ണ്? എന്നെ പോലെ ഒരാളെ വഴിയിൽ തടയാനുള്ള ധൈര്യമുള്ള, ധൈര്യമല്ല, വകതിരിവില്ലാത്ത ഒരേ ഒരു പെണ്ണെ എന്റെ അറിവിൽ ഈ ഭൂമിയിലുള്ളൂ. നിങ്ങളെല്ലാം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ മയൂരി.